ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതം 18,000 കോടി രൂപ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്ക് വിതരണം ചെയ്യും. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6,169 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,808 പേർ രോഗമുക്തി നേടി. രോഗസ്ഥിരീകരണ നിരക്ക് 10.04%. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. സിസ്റ്റർ അഭയ കൊലക്കേസിലെ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സേഫിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ഗോവയെ നേരിടും. രാത്രി 7:30 മത്സരം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതമായ 18,000 കോടി രൂപ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്. രാജ്യത്തെ 9 കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായി ചടങ്ങിൽ പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ അനുഭവങ്ങൾ കർഷകർ പങ്കുവയ്ക്കും. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയുടെ ശതാബ്ദി സമ്മേളനത്തെ നാളെ രാവിലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രവീന്ദ്രനാഥ ടാഗോർ 1921 സ്ഥാപിച്ച വിശ്വഭാരതി രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേന്ദ്ര സർവകലാശാല കൂടിയാണ്. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിക്ക് കേരളം വിട നൽകി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തിൽ വൈകിട്ട് സുഗതകുമാരിയുടെ സാംസ്കാരിക ചടങ്ങുകൾ നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. PPE കിറ്റ് ധരിച്ചാണ് പോലീസ് സേന ആചാരവെടി മുഴക്കിയത്. പ്രിയ കവയിത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരത്ത് ജില്ലാ ഭരണകൂടം സൌകര്യമൊരുക്കിയിരുന്നു. അയ്യങ്കാളി ഹാളിൽ സുഗതകുമാരി ടീച്ചറുടെ ഛായാചിത്രത്തിൽ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. കോവിഡ് മാനദണ്ഡം പാലിച്ചായിരുന്നു പ്രണാമം അർപ്പിച്ചത്. മലയാളത്തിന്റെ പ്രിയ കവയിത്രിയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ഇന്ന് രാവിലെയാണ് അന്തരിച്ചത്. കോവിഡ് ബാധിതയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. 86 വയസ്സായിരുന്നു. കേരളത്തിലെ വനിതാ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുൻനിര പോരാളിയായ അവർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ സ്ഥാപക സെക്രട്ടറിയാണ്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ മഹാകവികളിൽ ഒരാളായ ശ്രീമതി സുഗതകുമാരിയുടെ നിര്യാണത്തിൽ അതീവ ദുഃഖിതനാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. സാമൂഹിക പ്രശ്നങ്ങളോടുള്ള അവരുടെ പ്രതികരണം സ്ത്രീകളുടെ സുരക്ഷയും പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുജനാഭിപ്രായം രൂപീകരിച്ചതായി ഗവർണർ സന്ദേശത്തിൽ പറഞ്ഞു. സുഗതകുമാരിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. സ്ത്രീയുടെ കണ്ണീരിനൊപ്പമായിരുന്നു എന്നും സുഗതകുമാരിയുടെ നിലപാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 6,169 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി KK ശൈലജ അറിയിച്ചു. വിശദാംശങ്ങളുമായി രഞ്ജിത്ത്. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതിൽ എറണാകുളം 953, കോട്ടയം 642, കോഴിക്കോട് 605, തൃശൂർ 564, മലപ്പുറം 500, കൊല്ലം 499, ആലപ്പുഴ 431, പത്തനംതിട്ട 406, തിരുവനന്തപുരം 404, പാലക്കാട് 367, വയനാട് 260, ഇടുക്കി 242, കണ്ണൂർ 228, കാസർഗോഡ് 68 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്നുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,437 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.04. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 22 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച നടപടി സംബന്ധിച്ച മുഖ്യമന്ത്രി നൽകിയ കത്തിന് ഗവർണർ മറുപടി നൽകി. പ്രത്യേക സമ്മേളനത്തിന് അനുമതി തേടിയത് വ്യവസ്ഥാപിത ചട്ടപ്രകാരമല്ലെന്ന് ഗവർണർ അറിയിച്ചു. കോവിഡ് വ്യാപനം കൂടി നിൽക്കുന്ന സാഹചര്യത്തിലും ജനിതക വകഭേദം വന്ന വൈറസിന്റെ ഭീഷണി നിലനിൽക്കുന്ന സ്ഥിതിയിലും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവേളകളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി KK ശൈലജ. സിസ്റ്റർ അഭയ കൊലക്കേസിൽ 1-ാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും 3-ാം പ്രതി സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം തടവ്. തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇരുവർക്കും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ഫിലിംസ് ഡിവിഷൻ, ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ്, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി എന്നിവയെ ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ജീവനക്കാരുടെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ലയനമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. DTH മാർഗരേഖയുടെ പരിഷ്കരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം വെച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95.69% ഉയർന്നു. 26,000-ലധികം പേർ രോഗമുക്തി നേടി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 96.63 ലക്ഷം കവിഞ്ഞു. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ വകഭേദം ഇന്ത്യയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിട്ടനിൽ SARS-CoV-2 വൈറസിന്റെ ജനിതക വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കി. ഇവിടെ പരിശോധനയ്ക്കായി കിയോസ്കുകൾ ആരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. ആദ്യഘട്ടത്തിൽ 2000 പേരെ മാത്രമേ വെർച്വൽ ക്യൂ വഴി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കൂ. ദർശനത്തിന് വരുന്നവർ കോവിഡ് ടെസ്റ്റ്, നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. KSRTCയുടെ എല്ലാ ഓർഡിനറി സർവീസിലും 47.9 കിലോമീറ്റർ വരെ ദൂരത്തേക്കുള്ള ടിക്കറ്റ് നിരക്കായ 49 വരെയുള്ള ടിക്കറ്റുകളിൽ ഈടാക്കിയിരുന്ന സെസ് തുക ഒഴിവാക്കി. 6 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത്. KSRTC MDയുടെ ആവശ്യമനുസരിച്ചാണ് തീരുമാനമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ഗോവ പോരാട്ടം. രാത്രി 7:30-നാണ് മത്സരം. ശബരിമല ദർശനത്തിന് ദിനംപ്രതി അനുവദിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം 5000-ആയി വർദ്ധിപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഇതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ ആരംഭിച്ചു. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇന്ന് മുന്നേറ്റം. ബൊംബൈ ഓഹരി സൂചിക സെൻസെക്സ് 437 പോയിന്റ് ഉയർന്ന് 46,444-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 134 പോയിന്റ് നേട്ടത്തിൽ 13,601-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത വിഹിതം 18,000 കോടി രൂപ വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്ക് വിതരണം ചെയ്യും. മലയാളത്തിന്റെ പ്രിയ കവയിത്രി സുഗതകുമാരിക്ക് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 6,169 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,808 പേർ രോഗമുക്തി നേടി. രോഗസ്ഥിരീകരണ നിരക്ക് 10.04%. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. സിസ്റ്റർ അഭയ കൊലക്കേസിലെ പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ ഗോവയെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.